ലൈബ്രറിയിൽ എത്തിയ വില്യം ഇലക്ട്രിസിറ്റിയെ പറ്റിയും വിൻമില്ലിനെ പറ്റിയുമെല്ലാം കൂടുതൽ പഠിക്കാനായി തുടങ്ങി. വൈകാതെ അവൻ കൂട്ടുകാരോട് തന്റെ ഐഡിയ പങ്കുവെക്കുന്നു. കൂട്ടുകാരും ഒത്തുചേർന്ന് ഒരു പ്ലാൻ വില്യം ഉണ്ടാക്കുന്നു. ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത കൂട്ടുകാർ എന്താണ് വില്യം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അമേരിക്കയിൽ കാറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ടെന്നും അത് നമുക്ക് ഇവിടെയും ചെയ്യാമെന്ന് വില്യം പറയുന്നു. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമെന്നും വില്യം കൂട്ടിച്ചേർത്തു. അതിനായി നമ്മൾ ആദ്യം ഒരു വിൻഡ് മിൽ ഉണ്ടാക്കണം. എന്നാൽ വലുതായി ഉണ്ടാക്കുന്നതിന് മുമ്പ് വിൻഡ് മിൽ വർക്കാകുമോ എന്ന് നോക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കാമെന്നും വില്യം പറയുന്നു. അവർ എല്ലാവരും ചേർന്ന് ഒരു ചെറിയ വിൻഡ് മിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ ആദ്യമായി ചെറിയൊരു വിൻഡ് മിൽ ഉണ്ടാക്കുന്നു. ആ ചെറിയ വിൻഡ്മിൽ ഉപയോഗിച്ച് കൂട്ടുകാരുടെ റേഡിയോ വില്യം പ്രവർത്തിപ്പിക്കുന്നു. ചെറിയ വിൻഡ് മിൽ സക്സസ് ആയതോടെ കൂട്ടുകാർക്ക് വില്യത്തിനെ കൊണ്ട് വിൻഡ്മിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വലിയൊരു വിൻഡ് മിൽ ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി കൊണ്ട് ഗ്രാമത്തിലെ പ്രവർത്തിക്കാതിരിക്കുന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കാനും അതിലൂടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ പമ്പ് ചെയ്ത് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാനും വില്യം മനസ്സിൽ പ്ലാൻ ചെയ്തു. കൂട്ടുകാർക്കൊപ്പം വില്യം വിൻമിൽ ഉണ്ടാക്കാനായി ആരംഭിക്കുന്നു. ജങ്ക്യാർഡിൽ പോയി അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ തിരഞ്ഞു കണ്ടുപിടിച്ച് വിൻമിൽ ഉണ്ടാക്കാനായി ആരംഭിക്കുന്നു. വില്യം താൻ കണ്ടുപിടിച്ച ചെറിയ വിൻമിൽ കൊണ്ട് ട്രൈവലിന്റെ അടുത്തേക്ക് പോകുന്നു. വിൻമിൽ പ്രവർത്തിപ്പിച്ച് കാണിച്ച് തന്റെ മനസ്സിലുള്ള ഐഡിയ വില്യം പങ്കുവെക്കുന്നു. റേഡിയോ പ്രവർത്തിക്കുന്ന രീതിയിൽ മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കാമെന്നും തനിക്ക് അതിന് സാധിക്കുമെന്നും വില്യം ട്രൈവലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. വലിയ വിൻമിൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറച്ചധികം സാധനങ്ങൾ വേണമെന്നും വിൻമിൽ ഉണ്ടാക്കാനായി അച്ഛന്റെ സൈക്കിൾ വേണമെന്നും വില്യം പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടതും ട്രൈവലിന് ദേഷ്യം പിടിക്കുന്നു. കുടുംബത്തിലാകെയുള്ളത് ആ സൈക്കിൾ മാത്രമാണ്, അതുകൂടെ നഷ്ടപ്പെട്ടാൽ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് ട്രൈവൽ വില്യത്തിനെ ശകാരിക്കുന്നു. വില്യം ഉണ്ടാക്കിയ വിൻമിൽ അടക്കം ട്രൈവൽ വലിച്ചെറിഞ്ഞ് തന്റെ മുമ്പിൽ ഇനി ഇങ്ങനെ വന്നേക്കരുതെന്നും പറഞ്ഞ് വാൺ ചെയ്യുന്നു. നാളെ മുതൽ തന്നെ പാടത്ത് സഹായിക്കാൻ വരണമെന്നും ട്രൈവൽ വില്യത്തിനോട് പറയുന്നു. അച്ഛന്റെ നിർബന്ധപ്രകാരം വില്യത്തിന് കൃഷിയിടത്ത് ജോലി ചെയ്യേണ്ടി വരുന്നു. വില്യത്തിന് മുമ്പിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. വില്യം പിന്നീട് തന്റെ കൂട്ടുകാരെ കാണാൻ ചെന്നപ്പോൾ കണ്ടത് അവരൊക്കെയും വരൾച്ച കാരണം നാടുവിടാനായി തയ്യാറെടുക്കുന്നതാണ്. എന്നാൽ തനിക്ക് വിൻമിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും വിൻമിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീരുമെന്നും കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കാനും വില്യം അവരോട് പറയുന്നു. അച്ഛന്റെ സൈക്കിൾ കിട്ടിയാൽ എല്ലാം ശരിയാകുമെന്നും അതിനാൽ തന്നെ അച്ഛനോട് സൈക്കിൾ ചോദിക്കാൻ അവരോട് വില്യം പറയുന്നു. വില്യവും കൂട്ടുകാരും ചേർന്ന് ട്രൈവലിന്റെ അടുത്തേക്ക് എത്തി അവരുടെ പദ്ധതിയെപ്പറ്റി വിശദീകരിക്കുന്നു. പദ്ധതി നിറവേറ്റാൻ ട്രൈവലിന്റെ സൈക്കിൾ വിട്ടുതരാമോ എന്നും അവർ ചോദിക്കുന്നു. എന്നാൽ ഈ തവണയും ട്രൈവൽ വളരെ ദേഷ്യത്തോടെ അവരോട് സംസാരിക്കുന്നു. ശകാരിച്ച് അവരെ അവിടുന്ന് ട്രൈവൽ തുരത്തി ഓടിക്കുന്നു. ആ സമയത്താണ് വരൾച്ച കാരണം വില്യത്തിന്റെ വളർത്തുനായ മരിക്കുന്നത്. അത് ട്രൈവലിനെയും ആഗ്നസിനെയും വല്ലാതെ വിഷമിപ്പിച്ചു. അന്ന് ആഗ്നസ് ട്രൈവലിനോട് കയർത്ത് സംസാരിക്കുന്നു. നമ്മൾ ചെയ്തതൊന്നും ശരിയായിരുന്നില്ല എന്നും നമ്മൾക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ, അതുകൊണ്ട് സൈക്കിൾ വില്യത്തിന് കൊടുക്കാനും അവൻ പ്രതീക്ഷയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യട്ടെ എന്നും ആഗ്നസ് കണ്ണീരോടെ പറയുന്നു. നമുക്ക് നമ്മുടെ മകളെ നഷ്ടപ്പെട്ടുവെന്നും ഇനി മകനെ കൂടെ നഷ്ടപ്പെടുത്താൻ തനിക്ക് കഴിയില്ലെന്നും ആഗ്നസ് കൂട്ടിച്ചേർത്തു. ട്രൈവലിന്റെ മനസ്സ് വേദനിക്കാൻ ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു.